അമ്മേ, ഇത് ആനന്ദാണ്. ഓ, ഒന്നുമില്ല, വെറുതെ. മനീഷ ഉറങ്ങിയോ? കുട്ടിയുടെ മുറി കണക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്താൽ നന്നായിരുന്നു. ഒരു കാര്യം ചോദിക്കാനാ. ആ, മനീഷ, ഇത് ആനന്ദാണ്. ഞാൻ ഉപദ്രവിക്കാണോ? ഒരിക്കലും ഇല്ല. അച്ഛൻ പറഞ്ഞപ്പോഴാണ് താങ്കളെ പറ്റി കൂടുതൽ അറിഞ്ഞത്. ഏതോ ഒരാളെന്ന മട്ടിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഞാൻ ആരും അല്ലല്ലോ. ഈ പ്രപഞ്ചത്തിൽ എന്റേതെന്ന് പറയാൻ എന്തുണ്ട്? ഒരനാഥൻ, ആരോരുമില്ലാത്ത ഒരനാഥൻ. ആ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന്. അത് നേരാണ്. എനിക്കിപ്പോ ഓർമ്മ വന്നു. ഞാൻ മനീഷയെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? എവിടെയും വെച്ചല്ല, ഉറങ്ങാത്ത രാത്രികളിലെ എന്റെ 1000 സ്വപ്നങ്ങളിൽ. അതുപോട്ടെ, നേരി കണ്ടപ്പോ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. ഒന്നിനും കഴിഞ്ഞില്ല. ഒരു വിങ്ങൽ എന്റെ മനസ്സിനെ ഇളക്കി മറിക്കുന്നുണ്ടായിരുന്നു. പണ്ടെങ്ങോ അടച്ചു വെച്ച എന്റെ തൂലിക ഞാൻ അറിയാതെ പുറത്തെടുത്തു. എന്തൊക്കെയോ എഴുതി. കവിതയല്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ അതൊന്ന് ചൊല്ലിക്കോട്ടെ? എന്താ ഒന്നും മിണ്ടാത്തെ? അനുവദിച്ചില്ലേലും ഞാൻ ചൊല്ലും. കേൾക്കൂ. നിനവും കർമ്മങ്ങളും അറിയും നിഖിലം നിൻ ലാവണ്യങ്ങൾ, അതിൽ അണ്ടകടാകമൊതുക്കി ആത്മാവ് പൊരുന്നയിരുന്നു. പഴനാടൻ ശീലിൻ തോണിയിൽ ഒഴുകി ഉറങ്ങിപ്പോയി ഞാൻ. ഉണരുമ്പോൾ ദേവി നിന്നുടെ നെടുവീർപ്പിൽ ഞാൻ നീന്തുന്നു. എവിടെ നിന്നിന്ദ്രൻ കാർമുകിലെവിടെ? മുകിൽ ദുന്ധുവി എവിടെ? മയൂരച്ചിറകാടിയ മണിവർണ്ണ പീലികളെവിടെ? നന്നായില്ലെന്നറിയാം. അല്ല, എനിക്കറിയില്ല. ഇത്രയും ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെയൊക്കെ എഴുതാൻ സിൻസിയറായിട്ട് പറയാ. ഇറ്റ് ഇസ് വണ്ടർഫുൾ. താങ്ക് യു മനീഷ, താങ്ക് യു. എന്നിലെ കവിയെ തട്ടി ഉണർത്തിയ ചെല്ലക്കുരുന്നേ, എന്നോട് ക്ഷമിക്കൂ. ഐ ലവ് യു, ഐ ലവ് യു മനീഷ. ലവ് യു, ലവ് യു, ലവ് യു.